ഡിസിഷൻസ് ഡിലേ ചെയ്യുന്നതും ഒരു ഡേഞ്ചർ ഡിസിഷൻ തന്നെയാണ്. ഒരു ഡിസിഷൻ ഡിലേ ചെയ്യുമ്പോൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും മനഃപൂർവ്വം ഡിസിഷൻ ഡിലേ ചെയ്യില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഫിയർ, കൺഫ്യൂഷൻ, ഡൗട്ട്, അതേഴ്സ് ഒപ്പീനിയൻ ഇതെല്ലാം വരുമ്പോൾ മൈൻഡ് ഓവർലോഡ് ആവും. അപ്പോൾ സിമ്പിൾ ഡിസിഷൻ പോലും ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതിനാൽ ഡിസിഷൻ ഡിലേ ആകും. നിങ്ങൾക്കും ഇത് സംഭവിക്കാറുണ്ടോ? മൈൻഡ് ഓവർലോഡ് ആകുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം സർവൈവൽ മോഡിലേക്ക് പോകും. ചിന്തകൾ കൂടും, ക്ലാരിറ്റി കുറയും, ആക്ഷൻസ് ഡിലേ ആകും. റിസർച്ചുകൾ പറയുന്നത് സ്ലോ ബ്രീത്തിങ് പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും ബ്രെയിനിനെ ക്ലിയർ ആയി ചിന്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ബ്രീത്ത് ടെക്നിക്ക് പറയാം. ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4. എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6. അതായത് 4 കൗണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുക, 6 കൗണ്ട് ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക, 6 കൗണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതൊരു 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു പേപ്പറും പേന എടുക്കുക. എന്നിട്ട് ഒരു 3 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഡിലേ ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ഡിലേ ചെയ്താൽ നമുക്കുണ്ടാവുന്ന നഷ്ടം എഴുതുക. മൂന്നാമത്തത് ഡിസിഷൻ എടുത്താൽ നമുക്കുണ്ടാവുന്ന ചേഞ്ച് എന്താണ്. ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകൂ. 1 breath then decide.